QB കരിങ്കോളിയും യൂണിക് ഹണിയും ചേർന്നാണ് ഈ ക്ലാസ് നടത്തുന്നത്. ഈ ക്ലാസ് നയിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഈ ക്ലാസ് ആരംഭിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ക്ലാസ് ആയിട്ടാണ് ഇത് നമ്മൾ യൂട്യൂബിൽ നമ്മൾ വിഷയം ചെയ്യുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്ലാസ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു മാസത്തിൽ 2 ക്ലാസ് എന്ന രീതിയിൽ രണ്ടാമത്തെ ഞായറാഴ്ചയും അതുപോലെ 4ാമത്തെ ഞായറാഴ്ചയും പ്രാക്ടിക്കലും തിയറിയായിട്ട് ഒരു തേനീച്ച കർഷകന് ഏതെല്ലാം തരത്തിൽ ഉപയോഗപ്പെടുമോ ആ രീതിയിലെല്ലാം നമ്മൾക്കറിയാവുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ഒരു നല്ലൊരു കർഷകനാക്കി മാറ്റാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തേനീച്ച കോളനി ഇന്ന് പിരിച്ച് 2 ആക്കുന്നതാണ് ഇന്ന് പ്രാക്ടിക്കലായി എടുക്കുന്നത്. തിയറി കഴിഞ്ഞ് നമ്മൾ പ്രാക്ടിക്കൽ എടുക്കുന്ന ഒരു കോളനി പിരിച്ച് നല്ലൊരു കോളനി എടുത്ത് 2 ആക്കി മാറ്റാനാണ്. നിറയെ ഈച്ചകളും നല്ല അടകളും ഉള്ള ഒരു കോളനിയാണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഈ കോളനിയിൽ നിന്ന് റാണിയെ കണ്ടെത്തി 70% ഈച്ചകളെയും റാണിയെയും 500 മീറ്റർ ദൂരെ ഒരു സ്ഥലത്ത് ഒരു സ്റ്റാൻഡ് സ്ഥാപിച്ച് അവിടത്തേക്ക് പ്രവേശന കവാടം ഉണങ്ങിയ ഇല കൊണ്ട് ക്ലോസ് ചെയ്ത് അവിടെ കൊണ്ടുപോയി തുറന്നു വിട്ട് പഞ്ചസാര ലായനി കൊടുക്കണം. 250 ഗ്രാം പഞ്ചസാരക്ക് 250 ഗ്രാം വെള്ളം, അതായത് 1:1 എന്ന രീതിയിലാണ് തേനീച്ചക്ക് ലായനി കൊടുക്കേണ്ടത്. പഴയ കോളനി വെച്ച സ്ഥലത്ത് 3 അടയും 25% ഈച്ചകളുമാണ് ബാക്കിയുള്ളത്. അടുത്ത 8ാം ദിവസം, അതായത് ഇന്ന് ഞായറാഴ്ച ആണെങ്കിൽ അടുത്ത ഞായറാഴ്ച വന്ന് ഈ റാണി ഇല്ലാത്ത കോളനിയിൽ അധികാരം പരിശോധിച്ച് അതിൽ റാണിമുട്ട എത്രയുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് അതിൽ ഒരു റാണിമുട്ട തയ്യാറായ ഒരു റാണിമുട്ട ബാക്കിയാക്കിയിട്ട് ബാക്കി എല്ലാ റാണിമുട്ടകളും നമ്മൾ ഉടച്ചു കളയണം. അപ്പോൾ അതേ സമയത്ത് നമുക്ക് ഞായറാഴ്ച വേറെ കോളനി പിരിക്കാനുണ്ടെങ്കിൽ ആ കോളനിയിലേക്ക് ഈ റാണിമുട്ട കട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. റാണിമുട്ട കട്ട് ചെയ്യുന്നതും പിന്നെ അടുത്ത കോളനിക്ക് കൊടുത്തതും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഉറപ്പായും ഞാൻ അത് കാണിക്കുന്നതാണ്. അപ്പോൾ മാതൃകോളനി ഉണ്ടായിരുന്ന സ്ഥലത്തെ കോളനി ഒരു റാണി സെല്ല് ഒഴികെ കട്ട് ചെയ്ത് കളയേണ്ടതാണെന്ന് ഉറപ്പാക്കണം. ഒരാഴ്ചയിൽ നമ്മൾ ഒരു തേനീച്ച കോളനി ഉണ്ടായതിന് പരിശോധിക്കണം. അതിൻ്റെ അടിഭാഗം ക്ലീൻ ചെയ്യണം, അതുപോലെ അടിപ്പലക ക്ലീൻ ചെയ്യണം, പിന്നെ അതിന് ലായനി കൊടുക്കണം. അതെല്ലാം നിർബന്ധമായിട്ട് നമ്മൾ ഈ സമയത്ത് ചെയ്യേണ്ടതാണ്. തീറ്റ കൊടുത്താൽ 1 മാസം കൊണ്ട് ഈ 2 കോളനിയും വളർച്ചയെത്തി നമുക്ക് വീണ്ടും പിരിക്കാൻ പറ്റും. ഈ നമ്മൾ ഇന്ന് പിരിച്ച കോളനി തീർച്ചയായിട്ടും നമുക്ക് 2 കോളനി വീണ്ടും നമുക്ക് 1 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 250 ഗ്രാം പഞ്ചസാര ലായനി തീർച്ചയായിട്ടും നമുക്ക് പിരിക്കാൻ പറ്റും. അപ്പോൾ ഈ തേനീച്ചയുടെ ആയുസ് എന്ന് പറയുന്നത് 60 ദിവസമാണ്. ഒരു തേനീച്ചക്ക് 60 ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു റാണിക്ക് 3 മുതൽ 5 വർഷം വരെ ആയുസ്സുണ്ട്. അപ്പോൾ ഈ 60 ദിവസം നല്ല തേനുള്ള സമയമാണെങ്കിൽ 45-50 ദിവസത്തിനുള്ളിൽ ചത്ത് വീഴും. പിന്നെ ഒരു റാണിമുട്ട വിരിയാൻ 4 ദിവസം പുഴു, 5 ദിവസം 4 ദിവസം മുട്ട, 5 ദിവസം പുഴു, 8 ദിവസം സമാധി. ഇങ്ങനെയാണ് നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്നത്. അതിൽ ഓരോ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരും. അത്രമാത്രമേ 6 മുതൽ 12 ദിവസം പ്രായമായ കുഞ്ഞുങ്ങളുടെ തലയിൽ നിന്ന് വരുന്ന ഒരു സ്രവമാണ് റോയൽ ജെല്ലി. ഈ റോയൽ ജെല്ലിയാണ് റാണി കഴിക്കുന്ന റോയൽ ജെല്ലി മാത്രമാണ്. തേനീച്ചകൾക്കൊന്നും വളരെ ചെറിയൊരു അംശത്തിൽ മാത്രമേ റോയൽ ജെല്ലി കൊടുക്കുന്നുള്ളൂ. ബീ ബ്രെഡ്, അതായത് തേനും പൂമ്പൊടിയുടെ കൂടെ ചെറിയൊരു നമ്മളെല്ലാവരും കൊടുക്കും. തേനും പൂമ്പൊടിയും പോലെ കോളനിയിൽ നമുക്ക് നല്ല വരുമാനം വർദ്ധിക്കാൻ പറ്റും. തേനീച്ച വളർത്തലിന് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും ഉപകരണങ്ങളും നിങ്ങൾക്ക് ഈ സംസ്ഥാനത്തിന് പുറത്തും കൊറിയർ വഴി നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഒരു തേനീച്ച കോളനി പിരിച്ച് അതിന് ലായനി കൊടുത്ത് അതിന് തേനീച്ചകളെ 70% കോളനിയിലെ റാണീനെയും ബാക്കി റാണിയില്ലാത്ത കോളനിയിലേക്ക് 3 അട വെച്ച് കുറച്ച് 25%